ഇന്ന് നമ്മുടെ പറമ്പ് നിറയെ ചീര എന്ന് പറഞ്ഞ പോലെ ആയിട്ടാണ് നമ്മുടെ അവിടെ ചീരത്തൈകളൊക്കെ തന്നെ മുളയ്ക്കുന്നതാണല്ലോ. അപ്പോൾ കപ്പലണ്ടി തടത്തിൻ്റെ ഉള്ളിലും അതേപോലെ കാബേജ്, കോളിഫ്ലവർ അങ്ങനെ വെച്ചിട്ടുള്ളതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് തന്നെ കുറേ ചീരത്തൈകൾ മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നട്ട് നോക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ചീരകൾ കൂടുതൽ തന്നെ ഇന്ന് അരിയാനുണ്ട്. ഇപ്പോൾ ഇത് കപ്പലണ്ടിയാണ്, ഈ തടത്തിലിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തത്. ഇനി അവിടെ ഒക്കെ നിറച്ച് ചീരത്തൈകളുണ്ട്. കണ്ടോ, കോളിഫ്ലവറിൻ്റെ ക്യാബേജിൻ്റെ ഇടയിലത്തെ ചീരത്തൈകളാണ് ഞാൻ ഈ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ടോ നമ്മുടെ ഉള്ളിത്തടത്തിലാണ് ഇപ്പോൾ ഈ ചീരത്തൈകളൊക്കെ നിൽക്കണേ. അതേപോലെ കണ്ടോ അവിടെയും കപ്പലണ്ടി തടത്തിലൊക്കെ ആയിട്ട് അത്രയും ചീരകൾ കൂടുതൽ തന്നെ അരിയാനുണ്ട് കേട്ടോ. ഉള്ളിക്ക് ഇതാ നമ്മുടെ നന്നായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ട് കണ്ടോ, ഉള്ളി കണ്ടോ നല്ല വലിപ്പമുള്ള നല്ല ഉള്ളികളാണ് നമുക്ക് ഉണ്ടാവുക. നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയതാട്ടാ ചീരരിയില്ലേ, നടന്നരിയാണ് ഞാൻ. നമ്മളെ ചീര അരിഞ്ഞു കൊണ്ടുവരുമ്പോഴേ അപ്പം തന്നെ ഇത്തിരി ഒതുക്കുള്ള കെട്ടായിട്ട് കെട്ടുകയാണ്. അല്ലെങ്കിൽ എനിക്ക് ഈ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ലേ. ചെറിയ കെട്ടുകളാകുമ്പോൾ നമുക്ക് ഒതുക്കി വെച്ച് കൊണ്ടുപോകാമല്ലോ. വാഴവള്ളി നനച്ചിട്ട് അതുകൊണ്ടാട്ടോ നമ്മൾ കെട്ടുക. അപ്പോൾ നോക്കി നമ്മളത് ഇത്രയും ചീരയായിട്ട് ഈ പറമ്പിൽ നിന്ന് അരിഞ്ഞെടുത്തത്. അപ്പോൾ നോക്കി ഇതൊക്കെ ഓരോ കെട്ടുകളാക്കിയിട്ട് നമുക്ക് വീട്ടിൽ പോകട്ടാ. വീട്ടിൽ പോവാട്ടാ. അപ്പം നമ്മുടെ വീട്ടിലത്തെ പറമ്പിലേക്ക് വന്നു. എന്താ അവിടുത്തെ പറമ്പിലത്തെ പോലെ തന്നെ കേട്ടോ വീട്ടിലത്തെ പറമ്പിലും ഇതേപോലെ നിറച്ച് ചീരത്തൈകൾ ഇങ്ങനെ തന്നെ മുളച്ച് നിൽക്കുന്നതാണ്. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ടു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ മുളച്ച് വരുന്നത് കേട്ടോ. അപ്പം നോക്കിയാൽ നമ്മൾ ഇത്രയും ചീരയായിട്ടോ നമ്മൾ അരിഞ്ഞെടുത്ത് നോക്കണേ. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്നത് അടുത്തുള്ള വീടുകളിലേക്കും അതേപോലെ തന്നെ കസിൻസിലേക്കാണ് കൊടുക്കാറ്. പൈസയ്ക്ക് നമ്മൾ കൊടുക്കാറൊന്നുമില്ല കേട്ടോ.